to my channel. Today we are going to do how to make air dry clay at home. So നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു ബോക്സ് ഞാൻ എൻ്റെ മുന്നിൽ വെച്ചിട്ടുണ്ട് ക്യാമറയുടെ മുന്നിൽ. അപ്പോൾ ഞാനിത് തുറക്കാൻ പോവാണ്. നിങ്ങൾക്ക് കാണാം ഞാൻ ഉണ്ടാക്കിയ ഹോം മെയ്ഡ് ക്ലേ ആണ്. സോ ഈ രണ്ട് ബോക്സ് ഞാൻ ഉണ്ടാക്കിയതാണ്. ഹോം ഡ്രൈ എയർ ക്ലേ ആണ്. കുഞ്ഞ് സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. നിങ്ങൾക്ക് ഒരു സോഫ്റ്റ് ടെക്സ്ചർ ഞാനിങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് കണ്ടിട്ട് തന്നെയല്ലേ ഒരു സോഫ്റ്റ് ടെക്സ്ചർ എന്നായിട്ടുണ്ടെന്ന്. യെസ്, അതേപോലെ തന്നെയാണ്. സോ ഈ ക്ലേ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. കുഞ്ഞ് സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും ഈ വീഡിയോ. ഇപ്പം നമ്മൾക്ക് ഇതുണ്ടാക്കാൻ ആകെ 4 സാധനങ്ങൾ മതി, നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയാവുക. സോ ലെറ്റ്സ് കം ടു ദ വീഡിയോ. സോ ആദ്യമേ തന്നെ ഒരു ബൗൾ എടുക്കുക. നിങ്ങൾ സ്റ്റാർട്ടർ ആയതുകൊണ്ട് നിങ്ങളൊരു കുഞ്ഞ് ബൗൾ എടുത്താൽ മതി. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഇഷ്യൂസും ഉണ്ടാകത്തില്ല. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ വൈറ്റ് ഗ്ലൂ എടുക്കണം. നിങ്ങൾ സ്റ്റാർട്ടർ ആയതുകൊണ്ട് കുറേ വൈറ്റ് ഗ്ലൂ എടുക്കണ്ട. എന്തുകൊണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇനി അഥവാ ഇത് ഫ്ലോപ്പായ നിങ്ങളുടെ ഗ്ലൂ ഒക്കെ വേസ്റ്റ് ആവും. സോ ഞാനിവിടെ ഇച്ചിരി കൂടുതൽ ഇടുന്നുണ്ട്, പക്ഷെ ഞാനിത് കുറേ പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടോണ്ട് ഒരു ദിവസം ഞാൻ വിചാരിച്ചതാണ് ഇത് ഷെയർ ചെയ്യാമെന്ന്. സോ അതുകൊണ്ടാണ് ഞാൻ ഗ്ലൂ ഒഴിക്കുന്നുണ്ട്. സോ ഈ ഗ്ലൂ എന്തുകൊണ്ടാണ് ഒഴിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഡ്രൈ എയർ ക്ലേ അല്ലേ, അതുകൊണ്ട് ഈ ഡ്രൈ എയർ ക്ലേ എയറിൽ ഡ്രൈ ആവുന്ന ഒരു ക്ലേ ആണിത്. അപ്പോൾ നല്ല കട്ടി ഉണ്ടാവും. അപ്പോൾ അത് കട്ടിയാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്ലൂ ഒഴിക്കുന്നത്. സോ ഞാനിവിടെ ക്ലോസ് ആക്കിയിട്ടുണ്ട്. സോ ഗ്ലൂ എന്ന് പറഞ്ഞൊരു സോഫ്റ്റ് ടെക്സ്ചർ അതിന് എക്സ്ട്രാ കൂടെ കൊടുക്കുന്നതാണ്. സോ നിങ്ങളല്ലാതെ ഗ്ലൂ എടുത്തിട്ട് ഇങ്ങനെ ഓവടി വെച്ചിട്ട് അത് എടുത്താൽ അത് സ്ലൈമായി മാറും. എന്നിട്ട് അത് ഇച്ചിരി നേരം പുറത്തോട്ട് വെച്ചാൽ അത് സ്ലൈമായി മാറി. ഇനി നമുക്ക് നെക്സ്റ്റായി ഇടേണ്ട സാധനമെന്ന് പറഞ്ഞാൽ ഇത് ഈ പ്രോസസ്സിലെ ഏറ്റവും മെയിൻ തിങ് ആണ്. എന്നാലേ അത് ഫോമായി വരത്തുള്ളൂ. അതാണ് നമ്മൾ ഇപ്പോൾ ഇടാൻ പോകുന്നത്, കോൺഫ്ലവർ എന്ന് പറഞ്ഞാൽ ഈ പ്രോസസ്സിൻ്റെ ഏറ്റവും മെയിൻ പ്രോസസ്സാണ്. സോ 1 സ്പൂൺ കോൺഫ്ലവർ ഇടണം. എന്നിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്യണം. 1 സ്പൂൺ എടുത്തിട്ട് നിങ്ങൾക്ക് കാണാം അത് ആദ്യമൊക്കെ ഇച്ചിരി ഇങ്ങനെ ഇത് ചൈനീസ് നൂഡിൽസ് അവർ ഉണ്ടാക്കുന്നുണ്ടോ അതേപോലെ ഉണ്ടായിരിക്കും. പക്ഷെ അത് മിക്സ് ചെയ്ത് വരുമ്പോൾ അത് പയ്യെ അങ്ങ് ലിക്വിഡായി വരും, കുഞ്ഞതായിട്ട് കാണാൻ ഇച്ചിരി കട്ടിയായി. ഇപ്പോഴേ തന്നെ കട്ടിയാവുന്നുണ്ട്. അവിടെ ഒക്കെ ഇരിക്കുന്ന ആ കോൺഫ്ലവറൊക്കെ അങ്ങോട്ട് ഇതിലോട്ട് പറ്റിച്ചങ്ങ് കൊടുക്കുക. നിങ്ങൾക്ക് കാണാമോ അത് ഓൺലി തന്നെ ആ ഗ്ലൂ അല്ലാതെ നമ്മൾ ഇപ്പോൾ അത്ര ഒരു സോഫ്റ്റ് ടെക്സ്ചർ അതിനില്ലായിരുന്നു. ഇപ്പം അതിനൊരു ബ്യൂട്ടിഫുൾ ആൻഡ് സോഫ്റ്റ് ടെക്സ്ചർ എന്നായിട്ടുണ്ടല്ലേ. യെസ്, അതിനൊരു നല്ലൊരു ടെക്സ്ചർ വരും. എന്താണ് കോൺഫ്ലവർ ഇട്ടാണ്. അതാണല്ലോ നമ്മുടെ ഈ പ്രോസസ്സിൻ്റെ മെയിൻ തിങ്. അതുകൊണ്ടാണ് ഇതിന് അത്ര നല്ല ടെക്സ്ചർ. കോൺഫ്ലവർ എന്തുകൊണ്ടാണ് ഇത്ര മെയിൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. ഓക്കെ, ഞാനിവിടെ 2ാമത്തെ സ്പൂൺ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് 2 സ്പൂൺ ഇടാം. ഞാനെടുത്ത് ഇത്ര ഗ്ലൂവിലാണെങ്കിൽ നിങ്ങളെടുത്തേക്ക് അല്ലെങ്കിൽ ഇത്ര ബൗളാണെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ടർ ആണെങ്കിൽ ഒരു ഇച്ചിരി അങ്ങോട്ട് ഇട്ടാൽ മതി. 1 സ്പൂണിൻ്റെ ഹാഫ് കോൺഫ്ലവർ നിങ്ങൾ ഇട്ടാൽ മതി. സോ ഞാനിവിടെ 2 സ്പൂൺ കോൺഫ്ലവറാണ് ഇട്ടിരിക്കുന്നത്. സോ ഇനി ഞാൻ മിക്സ് ചെയ്യാൻ പോവാണിത്. നല്ലതായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് പറ്റിക്കണം. എത്ര സമയം എടുത്താലും കുഴപ്പമില്ല, ഗ്ലൂ ഡ്രൈ ആവത്തില്ല. എന്താണ് പറഞ്ഞാൽ വൈറ്റ് ഗ്ലൂ ആണ്. അത് ഡ്രൈ ആവാൻ കുറേ നേരം എടുക്കും. മാത്രമല്ല നമ്മൾ കോൺഫ്ലവറൊക്കെ ഇട്ടാണ് നമ്മൾ ഇത് കുറേ പ്രാവശ്യം മിക്സ് ചെയ്യാൻ പോകല്ലേ, അതുകൊണ്ടും കൂടെ അത് ഡ്രൈ ആയി പോകത്തില്ല പെട്ടെന്നൊന്നും. അതുകൊണ്ട് നിങ്ങൾക്ക് സമാധാനത്തോടെ കുറേ നേരം എടുത്ത് അത് മിക്സ് ചെയ്ത് നല്ല ടെക്സ്ചർ ആക്കാവുന്നതാണ്. എനിക്ക് ഇച്ചിരി പണിയൊക്കെ ഉണ്ട്, അതുകൊണ്ട് എൻ്റെ സൗണ്ടൊക്കെ ഇച്ചിരി പോയിരിക്കുകയാണ്. അങ്ങനെ നിങ്ങൾക്ക് കാണാം ആ ടെക്സ്ചർ. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഗ്ലൂവിൻ്റെ ഒരു സർക്കിൾ ഉണ്ടാക്കാൻ കഴിയുന്നതായിരിക്കും.
സർക്കിൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒന്നും കൂടി ഇച്ചിരി കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, എന്നിട്ട് സർക്കിൾ ഫോം ചെയ്യുന്നുണ്ട്. അതിന് ഞാൻ പാകത്തിന് ഗ്ലൂവും കോൺഫ്ലവറും ഇട്ടുകൊണ്ടാണ്. ഈ 2 പ്രോസസ്സ് ഞാൻ ഒരുമിച്ചാക്കാനാണ് എപ്പോഴും. സോ ഈ 2 പ്രോസസ്സ് ഒരുമിച്ചാക്കുമ്പോൾ നല്ലൊരു ടെക്സ്ചർ കിട്ടുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾക്ക് ഈ ഗ്ലൂ ഭയങ്കര യൂസ്ഫുൾ ആവുന്നത് ഈ പ്രോസസ്സ്. ഈ ഒരു പാർട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പ്രോസസ്സാണിത്, കോൺഫ്ലവറും ഗ്ലൂവും. ബാക്കി 2 സാധനങ്ങളുണ്ടെങ്കിൽ ഈ പ്രോസസ്സാണ് ഏറ്റവും കൂടുതൽ നല്ല പ്രോസസ്സ്. ഇനി നെക്സ്റ്റ് സാധനം എന്ന് പറഞ്ഞാൽ ഓയിലാണ്. ഇത് ഞാൻ പറഞ്ഞ പോലെ നെക്സ്റ്റ് 2 ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നല്ല. ഓയിൽ നിങ്ങളുടെ വീട്ടിലെല്ലാവർക്കും ഉണ്ടായും. ഓയിലാണ് ഏറ്റവും നല്ല കാര്യം. അതുകൊണ്ടാണ് ഈ നല്ലൊരു സ്മൂത്ത് ടെക്സ്ചർ എന്നായിട്ട് കിട്ടുന്നത്. അല്ലെങ്കിൽ ലാസ്റ്റ് നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നല്ലൊരു ടെക്സ്ചർ കിട്ടും. ഇനി ഞാൻ മിക്സ് ചെയ്യുവാണ്. നിങ്ങൾക്ക് കാണാൻ നല്ലൊരു ടെക്സ്ചർ ആവുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് തോന്നും അയ്യോ ഇത് മീൻസ് ഇങ്ങനെ ഭയങ്കര ലൂസാവുന്നു. കണ്ടോ, ലൂസാവുന്നുണ്ടോ? നിങ്ങൾ സ്പൂൺ വെച്ചിട്ട് കറക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നതാണ് ഈ സ്മൂത്ത് ആവുന്നു, ഭയങ്കര സോഫ്റ്റ് ആവുന്നു. കണ്ടോ, നല്ലൊരു ടെക്സ്ചർ. അപ്പോൾ നമ്മൾക്ക് കണ്ടാൽ തന്നെ അറിയാം കണ്ടീഷണർ പോലെ ഇരിക്കുന്നു. കണ്ടോ, അപ്പോഴത്തേക്ക് നിങ്ങളുടെ ഒരു സ്ലൈമിനൊരു ഇങ്ങനെ സ്ലൈം ആവാൻ കഴിയണം. ഈ സത്യത്തിൽ എയർ ഡ്രൈ ക്ലേ ആണ്, ബട്ട് ഇറ്റ് ഷുഡ് ബി ലൈക്ക് എ സ്ലൈം വെൻ വി ആർ ഡൂയിങ് ദിസ് പ്രോസസ്. ഇപ്പം നമ്മൾ ഈ സൈഡിൽ ഇത് നല്ലതായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് നല്ല സമയമെടുത്ത് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പയ്യെ നിങ്ങളുടെ സമയമെടുത്ത് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ പ്രോസസ്സ് എന്തുകൊണ്ടാണ് ഇത്ര മെയിൻ ആവുന്നതിന് കാരണമെന്ന് പറഞ്ഞാൽ ഈ എണ്ണ ഒഴിക്കുമ്പോഴാണ് ഇതിനൊരു നല്ലൊരു ടെക്സ്ചർ വരാവുന്നത്. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ അതിനൊരു ടെക്സ്ചറാണ് നമ്മുടെ അല്ലാത്ത ക്ലേന്. സോ ഇപ്പം ഞാൻ ഇച്ചിരി കൂടെ ഇതിനൊരു കട്ട് തോന്നാൻ വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി കൂടെ കോൺഫ്ലവർ ഇട്ടേക്കുവാണ്. സോ നമ്മൾ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇച്ചിരി കോൺഫ്ലവർ ഇടാം. നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങളുടെ ഇത് ഭയങ്കര സോഫ്റ്റാണ്, ഭയങ്കര ലൂസായെങ്കിൽ കോൺഫ്ലവർ ഇടാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഇത് ഇച്ചിരിയും കൂടെ കട്ടിയായിരിപ്പുണ്ടെങ്കിൽ നല്ല കാര്യം. എൻ്റെ ഇച്ചിരി എനിക്ക് ലൂസായി തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി കോൺഫ്ലവർ ഇട്ടേക്കുന്നത്. ഞാൻ നല്ലതായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സൈഡിലുണ്ട് ഇതൊക്കെ നിങ്ങൾ അങ്ങോട്ടേക്ക് നല്ലതായിട്ടൊന്ന് മെറ്റീരിയലിലോട്ട് നല്ലതായിട്ട് അവിടെ കൂളൊന്നും സ്ഥലത്തൊന്നും പറ്റിക്കാതെ ചെയ്യാം. നമുക്ക് കാണാം നമ്മുടെ ഒരു ഗ്ലൂ നല്ലൊരു ടെക്സ്ചറി ആയിട്ടുണ്ട് ഇപ്പം തന്നെ. സോ പിന്നെ നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറന്നു പോകില്ല, അതുകൊണ്ടാണ് കേട്ടോ. സോ ഇനി ഞാൻ ഒഴിക്കാൻ പോകുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഈ സാധനത്തിൽ ഏറ്റവും മെയിൻ പ്രോസസ്സാണ് കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടത്തിലാണ്, നിങ്ങൾക്ക് ഒഴിക്കണോ വേണ്ടോ എന്നൊക്കെ അത് കേട്ടോ. ഇനി നെക്സ്റ്റായിട്ട് ഞാനിവിടെ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇപ്പം തൽക്കാലത്തിന് ഞാനിവിടെ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് സൈഡിൽ ഇത് മാറ്റാൻ വേണ്ടിയിട്ട്. ഞാൻ ഈ നെക്സ്റ്റായി ഉപയോഗിക്കാൻ പോകുന്ന പ്രോസസ്സില്ലേ, അത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പ്രോസസ്സാണ് കേട്ടോ. അപ്പം ഞാനിവിടെ അവിടെയൊക്കെ സൈഡിലൊക്കെ പറ്റിയിരിക്കുന്ന സാധനം ബിറ്റ്വീനിലോട്ട് ആക്കി വെക്കുകയാണ്, ആക്കി വെക്കുകയാണ് പാത്രത്തിൽ. മാക്സിമം നിങ്ങൾ മിക്സ് ചെയ്യുമ്പം സൈഡിൽ ആക്കാതെ നോക്കുക. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മളിത് റെഡി ആക്കുമ്പോൾ അത് പറ്റുമ്പോൾ നമ്മൾ ചൂടത്തി വെക്കുന്നതായിരിക്കും. എന്നിട്ട് സ്പൂണിലെടുത്ത് ബാക്കി ഇതേപോലെ അങ്ങോട്ട് വെച്ച് കൊടുക്കാം. നമ്മളിത് ചൂടാക്കുമ്പോൾ സൈഡിലിരിക്കുമ്പോൾ കുറേ ക്ലേ അങ്ങ് വേസ്റ്റായി പോകുന്നതായിരിക്കും. അവിടെ ഓൾറെഡി ക്ലേ സെറ്റായിരിക്കും, നമുക്ക് പക്ഷെ എടുക്കാൻ കഴിയാവുന്നതായിരിക്കും, അതുകൊണ്ടായിരിക്കും. സോ അതേപോലെ ഞാൻ അവിടെ സൈഡിലുണ്ട് സാധനങ്ങളൊക്കെ എടുത്തത് നിങ്ങൾ കണ്ടു കാണാമായിരിക്കും. സോ അതുകൊണ്ടാണ് ഞാൻ ഈ പ്രോസസ്സ് ഏറ്റവും മെയിൻ പ്രോസസ്സായി കാണുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ നമ്മളിത് ഓവനിൽ വെക്കും. ഞാൻ ഇച്ചിരി കൂടെ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ് ഇവിടെ ഈ പ്രോസസ്സിൽ. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞത് ഭയങ്കര
എന്താ ലൂസാക്കിയാലും കുഴപ്പമില്ല. എനിക്കിത് സോഫ്റ്റായി വരണം. ഞാൻ ഉണ്ടാക്കുന്ന ക്ലേ മോഡലിങ്ങിന് നല്ല സോഫ്റ്റായിട്ട് വരണം. അപ്പോൾ അത് ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് വരാനാണ് ഞാൻ ഇച്ചിരി കൂടെ ഓയിലൊന്ന് ഒഴിച്ചത്. സോ നിങ്ങൾക്ക് കാണാം, അത് കണ്ടോ, അത് ഇങ്ങനെ കട്ടിയാവുന്ന നിങ്ങൾക്ക് കാണാമല്ലോ. യെസ്, എയർ ഡ്രൈ ക്ലേ ഉണ്ടാക്കുന്നത് ഭയങ്കര ഇതാണെന്നാണ് നിങ്ങൾ പറയുന്നത്. പക്ഷേ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് ഭയങ്കര ഈസിയായി കഴിക്കാം. പിന്നെ വേറൊരു സാധനം ഞാൻ പറയാൻ മറന്നുപോയി. നിങ്ങൾ ഈ ഓയിൽ ഒഴിക്കുമ്പം കൂടുതൽ സ്മെല്ല്, കൂടുതൽ കളറ്, കൂടുതൽ ഫ്രേഗ്രൻസ് ഉണ്ട് ഓയിൽ ഒഴിക്കാൻ പാടില്ല. നോർമൽ കുക്കിംഗ് ഓയിൽ, കൂടുതൽ കളറില്ലാത്ത, യെല്ലോയിഷ് കളറില്ലാത്ത നോർമൽ കുക്കിംഗ് ഓയിൽ, അത് കൂടുതൽ സ്മെല്ലൊന്നും ഇല്ലാത്ത നോർമൽ കുക്കിംഗ് ഓയിൽ നിങ്ങൾ ഒഴിച്ചാൽ മതി. അതുകൊണ്ട് നമ്മൾ ഇത് ഓവനിൽ വെക്കുമ്പം അത് യെല്ലോയിഷ് ആവാൻ അതിനൊരു ടെൻഡൻസി വരുന്നതായിരിക്കും. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഓയിൽ ഒഴിക്കുന്ന യെല്ലോ ആയതുകൊണ്ട്. ഇനിയാണ് ഏറ്റവും മെയിൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു സാധനം ഒഴിക്കുമ്പോഴാണ് നമ്മുടെ ഈ ഒരു ക്ലേ ഓൾമോസ്റ്റ് സെറ്റ് ആവുന്നത്. നമ്മളെ ഓവനിൽ വെക്കാതെ ഓൾമോസ്റ്റ് സെറ്റ് ആവുന്നത്. നിങ്ങൾക്കത് തോന്നുന്നതായിരിക്കും, നിങ്ങൾക്ക് ക്യാമറയെ തോന്നത്തില്ലായിരിക്കും, പക്ഷെ നിങ്ങളിത് റിയൽ ലൈഫിൽ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലതായിട്ട് തോന്നും ഫ്രണ്ട്സ്. നിങ്ങൾക്ക് പറയുന്നതാണ്, നിങ്ങൾക്ക് തോന്നുന്നതാണ് ഇത് അത്ര മെയിൻ ആവത്തില്ലായിരിക്കും. ബട്ട് ദിസ് ഈസ് ദ മെയിൻ പ്രോസസ്സ്. അപ്പം ഞാൻ ഒഴിക്കാൻ പോകുന്ന സാധനം എന്ന് വെച്ചാൽ വിനെഗറാണ് ഈ പ്രോസസ്സ് ഏറ്റവും മെയിൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത്. അപ്പോൾ വിനെഗർ ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ, വിനെഗർ കൂടുതൽ ചീത്ത സ്മെല്ലുണ്ട് വിനെഗർ ആവല്ലോ, അത് എക്സ്പയർഡ് വിനെഗർ ആവാൻ പാടില്ല. നല്ല പുതിയായിട്ട് നല്ല സ്മെല്ലുണ്ട് വിനെഗർ, അല്ലെങ്കിൽ സ്മെല്ലില്ലാത്ത വിനെഗർ ഒഴിച്ചാൽ മതി. കണ്ടോ, നമ്മുടെ ഒരു മറ്റേ ആ ക്ലേ പോലെ ഇത് സ്ലൈമിൻ്റെ പ്രോസസ്സ് പോലെ. ഈ സ്ലൈമിലെ പ്രോസസ്സ് തന്നെയാണ് വിനെഗർ. നമ്മൾ സ്ലൈമിലെ പ്രോസസ്സ് ഒഴിക്കാറുണ്ട് ചില സ്ലൈമിനൊക്കെ, ഹോം മെയ്ഡ് സ്ലൈം അല്ലേ. നമ്മളിപ്പോൾ ഞാൻ നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലതായിട്ട് മിക്സ് ചെയ്യുമ്പോൾ എനിക്ക് നല്ലൊരു ടെക്സ്ചറാണ് എനിക്ക് അവിടെ ഫീൽ ചെയ്യുന്നത്. ഐ ആം വെരി ഹാപ്പി വിത്ത് ദിസ് ടെക്സ്ചർ ഫ്രണ്ട്സ്. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഒരു ഇതായോണ്ടല്ല. സോ ഇപ്പോൾ എനിക്കിത് മിക്സ് ചെയ്യുമ്പോൾ എനിക്കൊരു ഭയങ്കര ലൂസായ പോലെ. അതാണ് ഞാനിപ്പോൾ കോൺഫ്ലവർ ഒഴിക്കുന്നതായിരിക്കും. അപ്പോൾ സൈഡിൽ കുറേ കോൺഫ്ലവർ ഇടുന്നതായിരിക്കും. അപ്പോൾ സൈഡിൽ കുറേ പറ്റിയിരിപ്പുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ ഇങ്ങനെ സ്വൈപ്പ് ചെയ്തെടുക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഇച്ചിരി കോൺഫ്ലവർ ഈ പ്രോസസ്സ് ഇടുന്നതായിരിക്കും. എന്താണെന്ന് പറഞ്ഞാൽ വിനെഗർ ഒഴിച്ച് കഴിഞ്ഞിട്ട് കോൺഫ്ലവർ ഇടുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത്. എന്താണെന്ന് പറഞ്ഞാൽ കോൺഫ്ലവർ ഇടുമ്പം നമ്മൾക്ക് നല്ലതായിട്ട് നമ്മുടെ വിനെഗർ നല്ലതായിട്ട് സെറ്റായി വരുന്നതായിരിക്കും. സോ ഞാനിവിടെ ഇച്ചിരി കോൺഫ്ലവർ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടം പോലെ, നിങ്ങളത് ലൂസാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ കോൺഫ്ലവർ എടുത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നല്ലതായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഓരോരോ പ്രോസസ്സ് നമ്മളെല്ലാം ഒഴിക്കുമ്പോൾ നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പരമാവധി. എന്താണെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ക്ലേ നല്ലതായിട്ട് സെറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു പ്രോസസ്സാണ് ഫ്രണ്ട്സ്. അതോടാണ് ഞാൻ ഈ പറയുന്ന ഈ പ്രോസസ്സ് ഏറ്റവും മെയിൻ പ്രോസസ്സാണ്. എല്ലാവരും കൂടി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇത് കളിക്കാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം, അങ്ങനെ ഒക്കെ ഉപയോഗിക്കാം. ദിസ് ഇസ് ദ ബെസ്റ്റ് പ്രോസസ് ദാറ്റ് യു ക്യാൻ ഡു ഫ്രണ്ട്സ്. സോ അതോടെ നിങ്ങൾ ഇത് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് കേട്ടോ. നിങ്ങൾക്ക് കാണാം ഞാൻ മിക്സ് ചെയ്യുവാണ് ഇവിടെ. ഇനി നമ്മൾ ഈ നെക്സ്റ്റ് പ്രോസസ്സ് പറഞ്ഞ് ഇതൊരു വേറെ സ്ഥലത്തിലോട്ട് മാറ്റുവാണ്. അതാണ് ഓവനിലോട്ട് ഞാൻ ഈ ബൗൾ മാറ്റാൻ പോവാണ്. ഈ ബൗൾ നമ്മൾ ചെയ്ത എല്ലാ പ്രോസസ്സും ഞാൻ ഓവനിലോട്ട് ഇനി പോകാൻ പോവാണ്. സോ ഇന്ന് നിങ്ങൾക്ക് ഓവൻ ഉണ്ടെങ്കിൽ
നിങ്ങളുടെ വീട്ടിൽ അഥവാ ഓവൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്റ്റൗവിൽ ചെയ്യാം, സ്റ്റീം പിടിപ്പിക്കാം. ഞാനത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം ഈ വഴിയിൽ. അപ്പം ഞാനിത് ഓവനിൽ വെക്കാൻ പോവാണ്. എൻ്റെ വീട്ടിൽ ഓവനുണ്ട്. അപ്പം ഞാൻ അതിൽ ഓവനിൽ വെക്കുന്ന മുന്നേ ഞാൻ നല്ലതായിട്ട് മിക്സ് ചെയ്യുവാണ്. അപ്പം നിങ്ങളുടെ വീട്ടിൽ ഓവനൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ചായ ഉണ്ടാക്കുന്ന ഒരു പ്ലേറ്റ് എടുത്തിട്ട് വെക്കുക. എന്നിട്ട് നിങ്ങൾ ഈ പാത്രം ഒരു പാത്രമാണ് വെക്കുക, ഒരു കുഞ്ഞൊരു പാത്രം താഴെ, പ്ലാസ്റ്റിക് അല്ലാത്തൊരു ഗ്ലാസ് പാത്രം താഴെ വെക്കുക. അതിൻ്റെ മുകളിൽ ഈ സാധനം വെക്കുക. എന്നിട്ട് ക്ലോസ് ചെയ്യാതെ അങ്ങോട്ട് ഒരു ലിഡ് വെച്ചിട്ട് ക്ലോസ് ചെയ്യുക. അപ്പോൾ ഒരു 5 to 10 minutes നിങ്ങൾ വെയിറ്റ് ചെയ്യണം. എന്നിട്ട് അത് സെറ്റ് ആവുന്നതായിരിക്കും. ഓവൻ ഇല്ലെങ്കിൽ, എൻ്റെ വീട്ടിൽ ഓവൻ ഉണ്ട്. ഞാൻ നല്ലതായിട്ട് ഇപ്പോൾ ഈ പ്രോസസ്സ് ഈ ഭാഗത്തിൽ ഞാൻ നല്ലതായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം. ഇനി ഞാൻ ഇത് എൻ്റെ ഓവനിലോട്ട് കൊണ്ടുപോവാണ് ഫ്രണ്ട്സ്. ഇത് നിങ്ങൾക്ക് കാണാം, ഇത് ഞാൻ ഓവനിലോട്ട് കൊണ്ടുപോകുന്നത്. സോ ഇതാണ് എൻ്റെ ഓവൻ ഫ്രണ്ട്സ്. സോ ഞാൻ ഇവിടെയാണ് നിൽക്കുന്നത്. സോ ഞാൻ എൻ്റെ ഓവൻ ഓണാക്കുകയാണ്. ഇത് നന്നായിട്ട് വെച്ചു എൻ്റെ ഓവനിലോട്ട് ഞാൻ ഓവൻ ഓണാക്കാൻ പോവാണ്. യെസ്, ഇനി ഞാൻ ക്ലോസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാം ടൈമറൊക്കെ ഞാൻ മുകളിലുണ്ട് ഞങ്ങളുടെ. ഞാൻ 30 seconds ആണ് ഓവനിൽ വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് 30 seconds ഇല്ലെങ്കിൽ 2 seconds ഒക്കെ ആണെങ്കിൽ 40 seconds ഒക്കെ ആണെങ്കിൽ എന്നിട്ട് 30 ഇങ്ങനെ കൗണ്ടിങ് ഉണ്ടാവുമല്ലോ നിങ്ങൾ ഓവൻ്റെ അവിടെ. സോ അവിടെ 30 വരുമ്പം അങ്ങ് പോസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് അത് 30 seconds വെച്ചാൽ മതി. ഓരോരോ ഇൻ്റർവെല്ലുണ്ടാവും, നിങ്ങളുടെ ഇതിനനുസരിച്ചാണ്. എനിക്ക് ഇത് ഒരു പ്രാവശ്യമേ ഉള്ളൂ ഇത്. അപ്പോൾ ഇതാ എൻ്റെ ഇത് സെറ്റായിട്ടുണ്ട്. സോ ഇത് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ഒരു തുണി ഞങ്ങളുടെ ഇതിൽ സൈഡിൽ ഇരിപ്പുണ്ട്. അതൊരു ബ്ലൂ സാറ്റൻ തുണിയാണ്. ഈ തുണി എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടിനൊക്കെ നല്ല തുണിയാണ്. സോ ഞാൻ ഇതാണ് നോർമലി ഉപയോഗിക്കാറുള്ളത്. നിങ്ങൾക്ക് കാണാം, അതൊരു ഭയങ്കര കട്ടിയ ബബിൾസ് ഒക്കെ വന്നിട്ടിരിക്കുന്നത്. യെസ്, അത് റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റ് ഇൻ്റർവെല്ലിലാണ്. നിങ്ങളുടെ ഇൻ്റർവെല്ലിൽ അത് റെഡി ആയിട്ടില്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് ഗുഡ്. സോ ഞാൻ നിങ്ങൾക്ക് കാണാം, ഞാൻ ഇത് ഇവിടെ വെച്ചിട്ടുണ്ട്. സോ ഇനി ഞാനിത് നല്ലതായിട്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും. സോ എന്താണെന്ന് പറഞ്ഞ് ഞാനിപ്പോൾ ഇത് മിക്സ് ചെയ്യുന്നതായിരിക്കും. പക്ഷെ നിങ്ങളുടെ ഈ പ്രോസസ്സ് ഇത് വർക്കായില്ലെങ്കിൽ നിങ്ങൾ ഈ ആദ്യത്തെ ഇതിൽ തന്നെ നിങ്ങളുടെ ഇത് ഭയങ്കര ലൂസായി ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ സെക്കൻഡ് ടൈമും കൂടെ ചെയ്യുക. സെക്കൻഡ് ടൈമും ലൂസായി ഇരിപ്പുണ്ടെങ്കിൽ തേർഡ് ടൈമും കൂടെ ചെയ്യുക. ഇത് ഇതേപോലെ കണ്ടോ, എൻ്റേതുപോലെ കണ്ടോ, അപ്പോഴേ തന്നെ കട്ടിയായി. എൻ്റേതുപോലെ വരുന്ന ഇതേപോലെ വരുന്ന പോലെ നിങ്ങളത് ഓവനിൽ വെച്ച് മിക്സ് ചെയ്തിട്ട് ഉണ്ടാകും. ഇനി നിങ്ങൾ എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ബൗൾ ഓഫ് കോൺഫ്ലവർ നിങ്ങളുടെ അടുത്തായിട്ട് വെക്കേണ്ടതായിരിക്കും. എന്താണെന്ന് പറഞ്ഞത് നമ്മൾ ഇത് എടുത്തിട്ട് നമ്മൾ നല്ലതായിട്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഇനി കൈ കൊണ്ട് എടുക്കാൻ പോവാണ്. ഇപ്പം ഇത് എനിക്ക് ചൊരിയാൻ തോന്നുന്നുണ്ട്. ഇപ്പം എനിക്ക് ഒരു ടെൻഡൻസി വരുന്നുണ്ട് ഇത് എടുക്കണമെന്ന്. സോ ഇനി ഞാനിത് എടുത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്യാൻ പോവാണ് ഫ്രണ്ട്സ്. നിങ്ങൾ കൈ കൊണ്ട് ഇത് മിക്സ് ചെയ്യണം. ഞാൻ എടുക്കുവാണ്. ഭയങ്കര ഒട്ടുന്നതാണ് കേട്ടോ, ഭയങ്കരമായിട്ട് ഒട്ടുന്നുണ്ട്. പക്ഷേ ഇറ്റ്സ് ഓക്കെ, ബട്ട് ഡ്രൈ ആയിട്ട് കളയണമെന്ന് പറഞ്ഞാൽ ഒട്ടുന്നതായിരിക്കും. ഞാൻ നോർമലി ഇത് ഉണ്ടാക്കാറുള്ളതാണ്. എൻ്റെ ഇത് കണ്ടോ, നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഐ എം വെരി ഹാപ്പി. കണ്ടോ, പക്ഷെ ഭയങ്കരമായ കയ്യിലൊക്കെ ഒട്ടുന്നുണ്ട്. ബട്ട് നെവർ മൈൻഡ്. ഇത് മാറ്റാൻ വേണ്ടിയിട്ടൊരു ട്രിക്കാണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത്.
ഇതാണ് ട്രിക്ക്. ഒരു ബൗൾ ഓഫ് കോൺഫ്ലവർ എടുക്കാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആ സാധനം കോൺഫ്ലവർ മീൻസ് നമ്മുടെ ക്ലേ എടുക്കുക. എന്നിട്ട് അത് നമ്മൾ ക്ലേ വെച്ചിട്ട് അത് മിക്സ് ചെയ്യും. ഈ സാധനം നമ്മൾക്ക് കാണുന്ന അവിടെ വെച്ചിട്ട് ആ കോൺഫ്ലവർ വെച്ച് ഈ സാധനം വെച്ചിട്ട് മിക്സ് ചെയ്യും നമ്മുടെ ക്ലേ വെച്ചിട്ട്. അതായത് ഞാൻ ക്ലേ എടുക്കാൻ പോവാണ്. മീൻസ് അത് വെച്ച് സ്പൂൺ വെച്ചിട്ടല്ല, കൈ വെച്ചിട്ട് ഇച്ചിരി വീതം അത് അതിനൊരു സ്മോൾ ടെക്സ്ചർ വരെ നിങ്ങൾക്ക് എയർ ഡ്രൈ ക്ലേൻ്റെ ടെക്സ്ചർ എന്തായാലും എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അറിയാത്ത ആൾക്കാർ ഒരു കുഞ്ഞൊരു ക്ലേയിഷ് ടെക്സ്ചർ വരുന്ന വരെ നിങ്ങൾ മിക്സ് ചെയ്യുന്നതായിരിക്കും. സോ ഞാൻ എൻ്റെ എയർ ഡ്രൈ ക്ലേ എടുക്കാൻ പോവാണ്. സോ ആദ്യമേ തന്നെ ഞാൻ ഇച്ചിരി കോൺഫ്ലവർ എടുത്ത് ഇതിനകത്തോട്ട് ഇങ്ങനെ ഇടുന്നുണ്ട്. ഇച്ചിരും കൂടെ ഞാൻ ഇടുന്നുണ്ട്. സോ ഇനി ഞാനിത് എടുത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് കാണാൻ ഞാൻ മിക്സ് ചെയ്യുന്നേ. യെസ്, ഒരു ക്ലേയിഷ് ടെക്സ്ചർ ആവുന്നത് വരെ നിങ്ങൾ കോൺഫ്ലവർ ഇട്ടിട്ട് മിക്സ് ചെയ്യണം. നിങ്ങൾക്ക് കാണാൻ എൻ്റെ കയ്യിൽ നല്ലതായിട്ട് ഒട്ടുന്നുണ്ട്. യെസ്, ഭയങ്കര ഒട്ടുന്നുണ്ട്. ഞാൻ കോൺഫ്ലവർ ഇടൊക്കെ ഇടുന്നുണ്ട്, കാണാതായിരിക്കും. കാണാം നിങ്ങൾക്ക് ഞാൻ കോൺഫ്ലവർ ഇടുന്നത്.
ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് കിട്ടിക്കുന്ന ലാസ്റ്റ് റിസൾട്ടാണ് ഇത്. അപ്പോൾ നമുക്ക് കാണാം ഇത് നല്ല സോഫ്റ്റ് ക്ലേ ആയിട്ട് മാറിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇതേപോലത്തെ ഹൗ ടു മേക്ക് ഡ്രൈ ക്ലേ എന്നാണ് സബ്ജക്റ്റ്. ഐ തിങ്ക് സോ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണാമായിരിക്കും. ബിക്കോസ് വൈ ഇറ്റ് ഈസ് ഇതിൻ്റെ മെറ്റീരിയൽസ് എല്ലാം ഓൾമോസ്റ്റ് എല്ലാം വീട്ടിലുണ്ടാകുന്നതായിരിക്കും. സോ നിങ്ങൾക്കിത് നല്ലതായിട്ട് ട്രൈ ചെയ്യാൻ കഴിയുന്നതാണ്. സോ നമ്മൾക്കിത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ലൊരു വിധത്തിലാക്കിയെടുക്കണം. സോ അതാണ് നമ്മുടെ ഈ എയർ ഡ്രൈ ക്ലേയുടെ ജോലി. സോ ഞാൻ നമ്മുടെ മിനി ക്ലേ ഇങ്ങനെ കുറേ നേരം അത് ഇങ്ങനെ മിക്സ് ചെയ്യാതെ വെക്കുമ്പോൾ ഒരു ഡ്രൈനെസ് വരുന്നതായിരിക്കും. അപ്പോൾ അത് കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഈ ക്ലേ അങ്ങോട്ട് നട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് കാണാം നമ്മുടെ ക്ലേ റൈസിലി ഫൈനൽ ഇതാണ്. അപ്പം നിങ്ങൾക്ക് ഇതേപോലെ വീട്ടിൽ തന്നെ ഡ്രൈ ക്ലേ വയ്ക്കാം. ഈ ക്ലേ കൊണ്ട് നമുക്ക് എന്തും വേണമെങ്കിലും ചെയ്യാം. സോ അതൊരു വലിയ കുഴപ്പമില്ല എന്ന് ഉണ്ടാക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതായിരിക്കും. നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കണേ. എന്നിട്ട് ഇത് ഒന്ന് വീഡിയോയിൽ പറഞ്ഞോളെ കമൻറ്റ് ബോക്സിൽ ഇതെങ്ങനെ ഉണ്ടായിരുന്നു. ആൻഡ് ഡു നോട്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് കമൻറ്റ്. ആൻഡ് നമുക്കൊരു അടുത്ത വീഡിയോ ഇട്ട് കാണാം. ആൻഡ് ഐ വിഷ് യു വെരി ഗുഡ് ഡേ കമ്മിങ് അപ്പ്. ആൻഡ് നോട്ട് ലീവ് ദാറ്റ് ഈ വരുന്ന February 15th എൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. സോ ബൈ.